നിലമ്പൂരിൽ ജനങ്ങൾ വിധിയെഴുതി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ 20% പോളിംഗോളം രേഖപ്പെടുത്തുകയായിരുന്നു. 263 പോളിംഗ് സ്റ്റേഷനുകളാണ് മൊത്തമുള്ളത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് നടക്കുന്നത്. 2,32,381 വോട്ടർമാരാണ് ആകെയുള്ളത്. ഇതിൽ 1,13,613 പുരുഷന്മാരും 1,18,760 സ്ത്രീകളും 8 ട്രാൻസ്ജെൻഡേഴ്സുമാണ് ഉള്ളത്. നിലമ്പൂർ നഗരസഭ വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, കരുളായി, അമരമ്പലം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത്. നാട്ടുകാരനായ യുവ നേതാവ് എം സ്വരാജിലൂടെ LDF പ്രചാരണത്തിലുടനീളം ശക്തമായ മുന്നേറ്റം തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നിലമ്പൂരിൽ എം സ്വരാജ് വലിയ വിജയം നേടുമെന്ന് TP രാമകൃഷ്ണനും വ്യക്തമാക്കുകയാണ്. RSS വർഗീയ സംഘടനയാണ് എന്നും മതരാഷ്ട്രവാദികളുമായി ഒരു വിട്ടുവീഴ്ചയും CPMന് ഇല്ല എന്നും TP രാമകൃഷ്ണൻ എടുത്തു പറയുകയാണ്. 1200 പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്ര സേനയും പ്രദേശത്ത് സജ്ജമാണ്. പ്രധാനപ്പെട്ട മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കെല്ലാം മണ്ഡലത്തിൽ തന്നെ വോട്ട് ചെയ്യാമെന്ന പ്രത്യേകതയുമുണ്ട്. 2,32,381 വോട്ടർമാരാണ് മണ്ഡലത്തിൽ വിധി എഴുതുന്നത്. 1,13,613 പുരുഷന്മാരും 1,18,760 സ്ത്രീകളും 8 ട്രാൻസ്ജെൻഡർ എന്നിവരുമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ബൂത്ത് സന്ദർശനത്തിന് ഇറങ്ങുകയാണ് എം സ്വരാജ്. 10 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാവിലെ തന്നെ എത്തിയിരിക്കുകയാണ് സ്വരാജ്. മൂക്കട്ട LP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരിക്കുകയാണ് 90ൻ്റെ ചുറുചുറുക്കിലും നിലമ്പൂർ ഐഷയും. LDF വിജയിക്കുമെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷം വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ അടയാളം പതിഞ്ഞ കൈ ഉയർത്തിക്കാട്ടിയാണ് നിലമ്പൂർ ഐഷ മടങ്ങിയത് തന്നെ. മാങ്കുത്ത് LP സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് LDF സ്ഥാനാർത്ഥി എം സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയത്. പിതാവിനൊപ്പമാണ് അദ്ദേഹം പോളിംഗ് ബൂത്തിലെത്തിയത്. 1200 പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്ര സേനയും പ്രദേശത്ത് സജ്ജം തന്നെയാണ്. പ്രധാനപ്പെട്ട മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കെല്ലാം മണ്ഡലത്തിൽ തന്നെ വോട്ട് ചെയ്യാം എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.